വെൽക്കം ബാക്ക് ടു റേസ് എ ഗൺ. സോ 18 മാർക്ക് വെയിറ്റേജ് വരുന്ന വോളിമെട്രിക് അനാലിസിസ് ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചെടുക്കാൻ നിരന്തരമായിട്ട് നമ്മളെ മക്കള് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വോളിമെട്രിക് അനാലിസിന്റെ വീഡിയോ തരുമോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ ലൈവ് ഉണ്ടാവോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കാൽക്കുലേഷൻ ഒക്കെ, അതിനുള്ള അന്ത്യമാണ് ഇന്നല്ലേ. കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ആൽക്കലിമെട്രി അല്ലെങ്കിൽ അസിഡിമെട്രി ചെയ്യുക, അതിന് യൂസ് ചെയ്യുന്ന റിയേജൻസ്, ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് വൈവയ്ക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ, അതായത് വോളിമെട്രിക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഏതൊക്കെ അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്? ഒരു ബീക്കർ യൂസ് ചെയ്യാം, ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഉപയോഗിക്കണം, ഒരു കോണിക്കൽ ഫ്ലാസ്ക് വേണം, ഒരു ഫണൽ വേണം, അതിന്റെ കൂടെ ഒരു ഗ്ലാസ് റോഡ് വേണം, ഒരു വാഷ് ബോട്ടിൽ വേണം, ഒരു പിപ്പറ്റ് വേണം, ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ബ്യൂററ്റ് വേണം. യെസ്, അപ്പൊ ബ്യൂററ്റിൽ എന്താണ്, പിപ്പറ്റിൽ എന്താണ് എടുക്കാന്നൊക്കെ നമ്മൾ നിങ്ങളോട് പറഞ്ഞു തരും. അതിനു മുൻപ് എന്താണ് എൻ പോയിന്റ് എന്ന് ടൈട്രേഷൻ നടത്തുമ്പോൾ ഈ വോളിമെട്രിക് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ടീച്ചർ നിങ്ങൾ അടുത്ത് വന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല, ചോദിക്കാൻ ചാൻസ് ഇല്ല, അത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മാറിപ്പറ്റി. അപ്പൊ എൻ പോയിന്റ് എന്തായാലും അറിയണം. അത് ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഈ എൻ പോയിന്റിലൂടെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുക ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം. വോളിമെട്രിക് അനാലിസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എൻ പോയിന്റ്. അത് അവസാനിക്കുന്ന പോയിന്റ് അല്ലേ, റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന എക്സാക്ട് പോയിന്റ് അല്ലേ. ആൻഡ് അത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഫിനോൾഫ്തലീനും മീഥൈൽ ഓറഞ്ച് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആൻഡ് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാ, പെർമാംഗനോമെട്രിയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ വൈവാ ക്വസ്റ്റ്യൻ ആണ്. പെർമാംഗനോമെട്രിയിൽ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കാം, ചിലപ്പോൾ ആൽക്കലിമെട്രിയോ അസിഡിമെട്രിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാറ് വന്ന് അടുത്തങ്ങ് ചോദിക്കും, എന്താ പെർമാംഗനോമെട്രിയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. എന്ത് ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നില്ല. അത് KMnO4 എന്ന് പറയുന്നത് സെൽഫ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ ചോദ്യം കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വൈവാ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, അതാണ് നിങ്ങളെ വൈവാ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താ നിങ്ങൾ അറിയണം. എന്തായാലും നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അതായത് നിങ്ങൾക്ക് ഒരു തന്നിരിക്കുന്ന ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ അല്ലേ. അതേപോലെ ഇനി എന്താണ് നോക്കാനുള്ളത്, ടൈപ്സ് ഓഫ് ടൈട്രേഷൻ ഉണ്ട്. ഇത് വൈവയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രോങ് ആസിഡ് ബേസ്, സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ഉണ്ട്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ ഉണ്ട്. യെസ്, അത് ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. സ്ട്രോങ് അത് വൈവയ്ക്ക് ഇങ്ങനെ ചോദിക്കാറേ ഉള്ളൂ. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിലെ ഏത് ഇൻഡിക്കേറ്റർ ആണ്? ഫിനോൾഫ്തലീൻ ആണ്. അവിടെ ഉണ്ടാകുന്ന കളർ ചേഞ്ച് ചോദിക്കാറുണ്ട്. പിങ്ക് ടു കളർലെസ് ആണ്, മീഥൈൽ ഓറഞ്ച് ആണ് ഉപയോഗിക്കുന്നത്, ഗോൾഡൻ യെല്ലോ ടു ഓറഞ്ച് റെഡ് ആണ്. അതേപോലെ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷന്റെ എക്സാമ്പിൾ ഉണ്ട്. HCl വേഴ്സസ് NaOH ആണ് എക്സാമ്പിൾ. അത് തന്നെയാണ് നമ്മൾ ചെയ്തു തന്നിരിക്കുന്നത്. HCl ഉം NaOH ഉം കൂടിയുള്ള ടൈട്രേഷൻ ആണ് നമ്മൾ കാണിച്ചു തന്നത്. നോർമലി നമ്മൾ ഈ ടൈട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ് നോർമലി ഉപയോഗിക്കാറുണ്ട്. NaOH അല്ലെങ്കിൽ KOH തന്നെയാണ് ഉപയോഗിക്കാറ്. അതേപോലെ സ്ട്രോങ് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ് ഉണ്ട്. ഇപ്പൊ സോഡിയം കാർബണേറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബേസ് എങ്കിൽ ഇറ്റ്സ് എ വീക്ക് ബേസ്. അവിടെ മീഥൈൽ ഓറഞ്ച് ആണ് നിങ്ങൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നീട് വീക്ക് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ആണ്. ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കും. പിങ്ക് ടു കളർലെസ് ആണ്. വീണ്ടും ഓക്സാലിക് ആസിഡ് വേഴ്സസ് NaOH ആണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ ഒരു എക്സാമ്പിളും ഓർത്തു വെക്കുക, ഇൻഡിക്കേറ്റർ അതിന്റെ കളർ ചേഞ്ച് ഓർത്തു വെക്കുക. പെർമാംഗനോമെട്രി KMnO4 സെൽഫ് ഇൻഡിക്കേറ്റർ ആണ്, എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമില്ലെന്ന് ഓർത്തു വെക്കുക. അതേപോലെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇക്വലന്റ് വെയിറ്റ് ആവശ്യമാണ് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഇക്വലന്റ് മാസ് മോളാർ മാസ് 36.5 ആണെങ്കിൽ ഇക്വലന്റ് മാസും 36.5 ആണ്. അതിൽ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ബേസിറ്റി ഓഫ് ആൻ ആസിഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് മോളാർ മാസും ഈക്വലന്റ് മാസും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഇക്വലന്റ് മാസ് ഒരു മാർക്കിന് നിങ്ങൾ എന്തായിട്ട് വരും? ഇക്വലന്റ് മാസിന് 1 മാർക്ക് ഉണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. സോ ഇക്വലന്റ് മാസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം അല്ലെ. നോക്കാം, സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ 98 ആണ് മോളാർ മാസ്. ഇവിടെ 2 റീപ്ലേസബിൾ ഹൈഡ്രജൻ ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 2 കൊടുത്താൽ അത് നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലെ. കംപ്ലീറ്റ് പഠിച്ചു വെച്ചാൽ മതി. ഇനി നമ്മൾ ഒബ്സർവേഷൻസും ഇത് പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് ആൽക്കലിമെട്രി ചെയ്യുക അല്ലെങ്കിൽ അസിഡിമെട്രി ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് കാൽക്കുലേഷൻസിലേക്ക് കടക്കാം അല്ലേ. യെസ്, വോളിമെട്രിക് അനാലിസിസിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കാം അല്ലേ. യെസ്, അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ പ്രൊസീജിയർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ പറയും. നമ്മളത് മാർക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് എങ്ങനെയാണ് നിങ്ങളെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആദ്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് എന്തൊക്കെ ഗിവൺ ആണെന്നുള്ളതും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എഴുതണം. എന്താണ് ഫസ്റ്റ്? അസിഡിമെട്രി ആണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇത് നിങ്ങൾക്ക് ടീച്ചർ തരാൻ പോകുന്ന സൊല്യൂഷൻ, ഒരു ഗിവൺ സൊല്യൂഷൻ. ഒരു ചെറിയ കുപ്പിയിൽ ബോട്ടിൽ ഇങ്ങനെ ഒരു സംഭവം തരും, ഗിവൺ സൊല്യൂഷൻ ആണ്. അതിന്റെ സ്ട്രെങ്ത് കാണാം. ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് NaOH ആണ്. അതിന്റെ സ്ട്രെങ്ത് കാണണം. ഓക്കെ, പിന്നെ
പിന്നെ ബ്യൂററ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബ്യൂററ്റ് എന്ന് പറയുന്നത് അപ്പാരറ്റസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബ്യൂററ്റ് ഉണ്ട്. ബ്യൂററ്റിൽ ഏത് സൊല്യൂഷനാണ്? ബ്യൂററ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ആസിഡ് എടുക്കണം. അതൊക്കെ പ്രിപ്പയർ ചെയ്ത ആസിഡ് സൊല്യൂഷൻ നിങ്ങൾ ബ്യൂററ്റിൽ എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ആസിഡിന്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം. അതാണ് നമ്മൾ ബ്യൂററ്റിൽ എടുക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ഇതിന്റെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ ആണ് 1 മാർക്ക്. ആൻഡ് എന്താണ് നിങ്ങൾ ബ്യൂററ്റിൽ എടുക്കാൻ പോകുന്നത്? 1 മാർക്ക് ഉണ്ട്. എന്താണ് പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത്? 1 മാർക്ക്. അത് കറക്റ്റ് ആയിട്ട് അവിടെ മെൻഷൻ, ഓരോന്നും പാർട്ട് അതിന് ഓരോന്നിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ടോട്ടൽ ഇക്വേഷൻ എഴുതുന്നു, പിന്നെ ബ്യൂററ്റ് സൊല്യൂഷൻ എഴുതുന്നു, പിന്നെ പിപ്പറ്റ് സൊല്യൂഷൻ എഴുതുന്നു. നെക്സ്റ്റ് അത് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഒരു കോർക്ക് ആവശ്യമാണ്, ഒരു ഗ്ലാസ് റോഡ് ആവശ്യമാണ്, ദെൻ നമുക്ക് കുറച്ച് വാട്ടർ ആവശ്യമാണ്, പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഫിനോഫ്തൽ ആണ്. ഇൻഡിക്കേറ്റർ ഏതിന് മാർക്ക് അവിടെ എഴുതണം. ഇൻഡിക്കേറ്റർ ഏതാണെന്നും കളർ ചേഞ്ച് ഏതാണെന്നും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ഇൻഡിക്കേറ്റർ ഇവിടെ ഫിനോഫ്തലാണ് അല്ലേ? ഫിനോൾഫ്തലിനാണ്, കളർലെസ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. എൻഡ് പോയിന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. ഈ ഫിനോൾഫ്തലിൻ നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ബേസിലേക്കാണ്. അപ്പൊ ബേസിൽ അതിന്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് കളർ ആയിരിക്കും. പിന്നെ നമ്മൾ ആസിഡ് ആഡ് ചെയ്ത് അതിനെ ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് അവിടെ കളർ കളർലെസ് ആയി മാറുക ചെയ്യുക. ഓക്കെ, അപ്പൊ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പിങ്ക് കളർ ടു കളർലെസ് ആണ്. അതും എഴുതി വെക്കണം. അതിനും മാർക്ക് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, അതിനും മാർക്ക് ഉണ്ട് എന്നുള്ളത് ഓരോന്ന് എഴുതുക. ഓക്കെ, അപ്പൊ പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം ബ്യൂററ്റ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. ബ്യൂററ്റ് സൊല്യൂഷൻ എന്തായിരുന്നു? ആസിഡ് ആണ് ബ്യൂററ്റിൽ എടുക്കുന്നത്. നമ്മൾ ആദ്യം ഇതിനെ റിൻസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്. കാരണം ഇതിൽ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആസിഡ് ഉപയോഗിച്ചിട്ട് 3 തവണ റിൻസ് ചെയ്യണം. ആ റിൻസ് ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് HCl ഇതിലേക്ക് ഒഴിക്കുന്നു അല്ലേ? ഗിവൺ HCl സൊല്യൂഷൻ എന്ത് ചെയ്യുക? നമ്മൾ ഇതിലേക്ക് ബ്യൂററ്റിലേക്ക് കുറച്ച് എടുക്കുക. ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ജസ്റ്റ് കംപ്ലീറ്റ് കളയങ്ങോട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഒരു 3 തവണ ഇങ്ങനെ ചെയ്യണം, റിൻസ് ചെയ്ത് എടുക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഒഴിവാക്കാം. അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു 3 തവണ ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. കാരണം ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് കാരണം ഇതിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് റിൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് 3 തവണ അത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് എന്തെടുക്കാം? ആസിഡ് എടുക്കാം. ഇതിലേക്ക് ആസിഡ് ഫില്ല് ചെയ്യാം. നമ്മൾ 3 തവണ റിൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് നമ്മൾ ആസിഡ് ഒഴിക്കുകയാണ്. 50 ml ബ്യൂററ്റ് ആണത്. 50 ml ബ്യൂററ്റ് ആണ്. അപ്പൊ ബ്യൂററ്റിൽ എടുക്കുന്ന സൊല്യൂഷന് 1 മാർക്ക് ഉണ്ട്. ബ്യൂററ്റിൽ ഇവിടെ എടുത്തിരിക്കുന്നത് HCl ആണ്. സോ അതിന് 1 മാർക്ക് കിട്ടി. HCl ആണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താ 50 ml ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തതിനു ശേഷം മെനിസ്കസ് ശ്രദ്ധിക്കണം അല്ലേ? അത് വളരെ സ്ലോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ആസിഡ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ലോവർ മെനിസ്കസ് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കറക്റ്റ് നിങ്ങളെ കണ്ണും നിങ്ങൾ ഐ കോണ്ടാക്ട് ഇതിൽ വരണം. ഇതിന്റെ ലോവർ മെനിസ്കസും ഇതിന്റെ ലൈനും ഒരേ കോണ്ടാക്റ്റിൽ വരിക എന്നുള്ളതാണ്. ഞാൻ സ്ലോ ആയിട്ട് ഇത് ചെയ്യുകയാണ്. നിങ്ങൾ ഐയും ഇതിന്റെ ലോവർ മെനിസ്കസും ഒരേ ലൈനിൽ വരിക. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് കൊണ്ടുവരിക. ഡ്രോപ്പ് വൈസ് ആയിട്ട് ഇത് 0ലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഇത് 0-ലാണുള്ളത്. കറക്റ്റായിട്ട് ഇതിന്റെ ലോവർ മെനിസ്കസ് കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബ്യൂററ്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ലൊരു ഉറപ്പുള്ള സ്റ്റാൻഡില് ബ്യൂററ്റ് സെറ്റ് ചെയ്യുന്നു. ഇനി പിപ്പറ്റ് ആവശ്യമാണ്. പിപ്പറ്റ് ഇതാണ് നമ്മുടെ പിപ്പറ്റ് കറക്റ്റ് ആയിട്ട് പിപ്പറ്റ് ബേസ് സൊല്യൂഷൻ ആണ് പിപ്പറ്റ്. അപ്പൊ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പണിയുണ്ട് അതിൽ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മേക്കപ്പ് ചെയ്യണം. ഗിവൺ സൊല്യൂഷനെ മേക്കപ്പ് ചെയ്യണം അല്ലെ? ഇത് പിപ്പറ്റ് ആണ്. പിപ്പറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മേക്കപ്പ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്. എങ്ങനെ ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഗിവൺ സൊല്യൂഷൻ എടുക്കുന്നു. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കില് ഒരു കോർക്കും അതേപോലെ ഒരു ഗ്ലാസ് റോഡും നിങ്ങൾക്ക് ആവശ്യമാണ്. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യാം. ഒരു തുള്ളി സൊല്യൂഷൻ പോലും പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനാണ് നമ്മൾ ഗ്ലാസ് റോഡ് പുറത്തേക്ക് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യണം. അതുവഴി മാത്രമേ അത് ഈ സൊല്യൂഷൻ ഒഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് ഗ്ലാസ് റോഡിൽ ഒഴിക്കുക അല്ലേ? സൈഡിലേക്ക് വെച്ച് പതിയെ വളരെ സ്ലോ ആയിട്ട് ഒഴിക്കുക. ഒരു ഡ്രോപ്പ് പോലും പുറത്തേക്ക് പോവാതെ. എനിക്കൊന്ന് ചില കുട്ടികൾ കോർക്കൊക്കെ യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതിൽ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും വരാതെ ഗ്ലാസ് റോഡിലൂടെ തന്നെ നിങ്ങൾ പതിയെ ആ സൊല്യൂഷൻ ഇങ്ങനെ ആഡ് ചെയ്യല്ലേ. എന്നിട്ട് ഇത് 3 തവണ നമ്മൾ റിൻസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്. ഇത് എന്ത് ചെയ്യുക? ഇതിൽ വെള്ളം ഒഴിക്കുക. ബോട്ടിലും കുറച്ച് സൊല്യൂഷൻ പോലും അവശേഷിക്കാൻ പാടില്ല. ബോട്ടിലും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു നമ്പർ ഉണ്ട്. ഇവിടെ ഞാൻ 2 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ഈ നമ്പറുള്ള ഭാഗത്തോടെ മാത്രമാണ് ഞാൻ ഇത് ഒഴിക്കുന്നത് എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് ഒഴിക്കുക. ഒരു ഈ ഗ്ലാസ് റോഡിലും നഷ്ടപ്പെടാതെ നോക്കണം. ഒരു 3 തവണയെങ്കിലും ഈ പ്രോസസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക? വാഷ് ചെയ്തു. അത് ഇപ്പോൾ
ഇത് പിപ്പറ്റ് ഔട്ട് ചെയ്യേണ്ട സൊല്യൂഷൻ ആണ്. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 20 ml ലേക്കാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് ഗ്ലാസ് റോഡ് ഒന്ന് കഴുകുക, കറക്റ്റായിട്ട് ഗ്ലാസ് റോഡ് കഴുകുക. ഗ്ലാസ് റോഡ് പോലെ ഒരു ഡ്രോപ്പ് ഉണ്ടാവാൻ പാടില്ല. യെസ്, ഗ്ലാസ് റോഡ് കഴുകി ഒഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, ഗ്ലാസ് റോഡ് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഇതാ ഈ ഫണല് നന്നായിട്ട് കഴുകണം, മറന്നു പോരുത്. ഫണല് നന്നായിട്ട് ഒരു തുള്ളി പോലും ഫണൽ ഉണ്ടാവാൻ പാടില്ല. ഫണലിന്റെ എൻഡിൽ ഒരു ഡ്രോപ്പ് കാണും, അതുകൂടി മിസ് ചെയ്യാതെ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്തെടുക്കണം. വെള്ളത്തിലേക്ക് ഇടുന്നു, റെഡി. യെസ്, ഇത് ഒഴിച്ചു, ക്ലിയർ ആയിട്ട് ഒഴിക്കുന്നു. യെസ്, ഓക്കെ ആണ്. അപ്പൊ അത് ക്ലിയർ ആയി. ഇനി നമ്മൾ 100 ml മേക്കപ്പ്, ഇത് 100 ml മേക്കപ്പ് ചെയ്ത ഇതിൽ നിന്ന് 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക്. ഈ 100 ml മേക്കപ്പ് ചെയ്യാൻ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു വര കാണാൻ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഒരു ലൈൻ ഉണ്ടോ, അതിന്റെ ലോവർ മിനിസ്കസും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരണം. യെസ്, വെള്ളം കറക്റ്റായിട്ട് ഇത് പെട്ടെന്ന് ഒഴിക്കാൻ പാടില്ല, സ്ക്യൂസർ വഴി ഒഴിക്കാൻ പാടുള്ളൂ. ഒരു ബീക്കറിലൊന്നും എടുത്ത് ഒഴിക്കാൻ പാടില്ല, നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഓരോ ഡ്രോപ്പിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് അത്രയും ശ്രദ്ധിച്ച് മാത്രം കെയർഫുൾ ആയിട്ട് നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്, ക്വാണ്ടിറ്റി ആണ്, നിങ്ങൾ ആക്യുറസി ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അല്ലാതെ എന്തല്ല നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരേ ടെസ്റ്റ് ആയിരിക്കും. യെസ്, അപ്പൊ ഇത് 100 ml മേക്കപ്പ് ചെയ്തതിനു ശേഷം ഈ ലിഡ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് അടയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. ഇത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാം. ഒരു 3 തവണ ഇത് കറക്റ്റായിട്ട് ചെയ്യാം. 2-3 തവണ കറക്റ്റായിട്ട് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ കോർക്ക് നിങ്ങൾ എടുത്ത് കളയണം. ഇല്ലെങ്കിൽ അത് ടൈറ്റ് ആയിപ്പോ, എയർ ടൈറ്റ് ആയിപ്പോ. അതുകൊണ്ട് ജസ്റ്റ് കോർക്ക് എടുത്ത് കളയുക. ഓക്കെ, എടുത്ത് കളഞ്ഞു. എന്നിൽ നിന്ന് ഒരു ഡ്രോപ്പ് പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ 100 ml മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യാ, ഇതാ പിപ്പറ്റ് കറക്റ്റ് ആയിട്ട് ഇതിൽ കുത്തി വെക്കുക, എന്നിട്ട് പിപ്പറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഊതുമ്പോ വളരെ ശ്രദ്ധിച്ചു. അതെ, പെട്ടെന്ന് എന്നെ വെച്ചാണ് അതിലേക്ക് പോരുത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു 20 ml നിങ്ങൾ അത് പിപ്പറ്റ് ഔട്ട് ചെയ്തെടുക്കുക. വളരെ ശ്രദ്ധിച്ച് ഇതിന്റെ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൽ കറക്റ്റായിട്ട് ലോവർ മിനിസ്കസ് വരണം, അത് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് അതിലേക്ക് തന്നെ ചെയ്യുക. യെസ്, ഇത് 20 ml ആണ്, കറക്റ്റ് 20 ml ആണ്. എന്നെ വെച്ച് ഞാൻ പിപ്പറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിലേക്ക് എന്ത് ഒഴിക്കാൻ പോകുക, കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കുകയാണ് ഈ 20 ml സൊല്യൂഷൻ. ഇവിടെ യൂസ് ചെയ്യേണ്ട ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോൾഫ്തലീൻ അല്ലേ ആറ്റി? ഞാൻ പറഞ്ഞു ഓൾറെഡി കളർലെസ് സൊല്യൂഷൻ ആണ്. അപ്പൊ കളർലെസ് സൊല്യൂഷൻ നമ്മൾ ഇതിലേക്ക് ആൽക്കലിയിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ പിപ്പറ്റിന് കറക്റ്റായിട്ട് എണ്ണ വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിങ്ങനെ കുത്തി നിർത്തരുത്, ഇതിലേക്ക് ഇങ്ങനെ തട്ടി നിൽക്കരുത്. ഇതിന്റെ എൻഡ് ടിപ്പ് ഇങ്ങനെ തട്ടി നിൽക്കരുത്. യെസ്, ഇൻഡിക്കേറ്റർ ഒക്കെ എക്സാമിന് വൈവയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ചോദിക്കാറുണ്ട്. പെർമാഗ്നോമെട്രിയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഒക്കെ ചോദിക്കാറുണ്ട്. പെർമാഗ്നോമെട്രി സെൽഫ് ഇൻഡിക്കേറ്റർ, അതിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നല്ല. എന്നിട്ട് ഇവിടെ നോക്കുക, ഇവിടെ 2 തവണ ഇതിങ്ങനെ ടച്ച് ചെയ്യാം. കാരണം ഒരു ഡ്രോപ്പ് പോലും പുറത്തേക്ക് പോവാതിരിക്കാൻ 2 തവണ ടച്ച് ചെയ്യാം. ഇത് ഇവിടെ ഇത് ഊതിയിട്ട് ഇതിലേക്ക് ആക്കാൻ ഒന്നും പാടില്ല. അത് കഴിഞ്ഞു, ആ പ്രോസസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ 2 തവണ ടച്ച് ചെയ്താൽ കഴിഞ്ഞു. ഇനി വളരെ ശ്രദ്ധിച്ചു ഒരു ഡ്രോപ്പ് ഫിനോൾഫ്തലീൻ. യെസ്, കുറച്ച് ഫിനോൾഫ്തലീൻ ആഡ് ചെയ്തോളൂ. അപ്പൊ ഫിനോൾഫ്തലീൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന്റെ കളർ ശ്രദ്ധിക്കുക. ഒരു പിങ്ക് കളർ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കളർലെസ്സിലേക്കാണ് അല്ലെ? അപ്പൊ വളരെ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ജസ്റ്റ് സ്ലോ ആയിട്ട് നിങ്ങളെ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്യല്ലേ? ഓക്കെ, ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. യെസ്, ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. കളർ മാറി വരുന്നുണ്ട്. യെസ്, അപ്പം ഇനി കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് പിന്നീടുള്ള ഓരോ ഡ്രോപ്പും, പിന്നെ ഒരു സിംഗിൾ ഡ്രോപ്പ് ഒഴിക്കുന്ന വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഒഴിക്കാൻ. ഒരു പോയിന്റിൽ ഇത് കളർലെസ് ആയി മാറും. യെസ്, ഒരു പോയിന്റ് എടുക്കുക, കളർലെസ് ആയി മാറിയിട്ടുണ്ട്. യെസ്, ഇത് കളർ ചേഞ്ച് ചെയ്തു, കളർലെസ് ആയി മാറി. യെസ്, ഇത് കളർലെസ് ആയി മാറിയിട്ടുണ്ട്. ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ നിങ്ങൾ ഇങ്ങനെയല്ല നോക്കേണ്ടത്. ഈ എന്ത് ചെയ്യുക, ഇത് മെല്ലെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതെടുത്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെടുക്കുക, ബ്യൂററ്റ് എടുക്കുക. ബ്യൂററ്റ് എടുത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ വരണം. 3 തവണ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ടേബിൾ കോളത്തിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ പ്രൊസീജിയർ ഇനി എങ്ങനെയായിരിക്കും നമ്മളെ കാൽക്കുലേഷൻ എന്നുള്ളത്
നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യും. സെയിം വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ ആ 3 വാല്യൂന്റെ ആവറേജ് എടുത്താലും മതി. കൺകോർഡന്റ് കിട്ടുന്നത് വരെ എന്തായാലും ചെയ്തു നോക്കുക. അറ്റ്ലീസ്റ്റ് 2 വാല്യൂ എങ്കിലും എന്ത് ചെയ്യാ, കൺകോർഡന്റ് വാല്യൂ കിട്ടുന്നവരെ ഈ സംഭവം എന്ത് ചെയ്യാ, പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ കാൽക്കുലേഷനിലേക്ക് പോവാം. യെസ്, അപ്പൊ നമുക്ക് പിപ്പറ്റ് സൊല്യൂഷൻ എന്താ, ബ്യൂററ്റ് സൊല്യൂഷൻ എന്താന്നൊക്കെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞു. എന്ത് ചെയ്യാ, നമ്മള് എൻ പോയിന്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ എഴുതാൻ പോകാം, ടേബിൾ അപ്പൊ ആദ്യം നോക്കാം. നമുക്ക് NaOH പിപ്പറ്റ് ഔട്ട് ചെയ്ത NaOH ട്രയൽ നമ്പർ 1 കൊടുത്തേ. ട്രയൽ നമ്പർ 1 3 തവണ ചെയ്യണം അല്ലെ. 3 തവണ. യെസ്, അപ്പൊ ആദ്യം എന്താണ് ആദ്യം വോളിയം ഓഫ് NaOH പിപ്പറ്റ്? NaOH നമ്മൾ അവിടെ പിപ്പറ്റ് ചെയ്തെടുത്തില്ലേ, ആ ഞാനിങ്ങനെ വലിച്ചെടുത്ത സംഭവം എന്തായിരുന്നു, 20 ml NaOH 20 ml. അപ്പൊ എല്ലാ കോളത്തിലും 20 തന്നെയാണ്. നമ്മൾ 20 ml വീതമാണ് എടുത്തിരിക്കുന്നത്. ടേബുലർ കോളം ഫില്ല് ചെയ്യുന്നത് പോലും മാർക്ക് ഉണ്ടായി, നിങ്ങൾക്ക് ഓർമ്മിക്കുക അല്ലെ, കറക്റ്റ് ആയിട്ട്. ഓക്കെ, ബ്യൂററ്റ് റീഡിംഗ് ഇൻ മില്ലിലിറ്റർ ആണ്. ഇനിഷ്യൽ റീഡിംഗ് എപ്പോഴും എന്ത് തന്നെ, നമ്മൾ 0 തന്നെ എടുക്കാതായിരിക്കും കുറച്ചുകൂടി നല്ലത്. യെസ്, എപ്പോഴും 0 തന്നെയായിരിക്കും ഇനിഷ്യൽ റീഡിംഗ്. ആൻഡ് ഫൈനൽ റീഡിംഗ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. നമുക്ക് ഏകദേശം കിട്ടിയിരുന്ന, ഏകദേശം പറയാൻ പറ്റില്ല, അത് എക്സാക്ട് വാല്യൂ തന്നെ ആയിരിക്കണം, പെർഫെക്റ്റ് വാല്യൂ ആയിരിക്കണം. 19.5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ 19.5 നമ്മൾ 3 തവണ ചെയ്തപ്പോഴും കോൺകോർഡന്റ് വാല്യൂസ് 19.5 എടുക്കാണ്. 19.5. ഓക്കെ, സോ വോളിയം ഓഫ് HCl യൂസ്ഡ് ഇൻ മില്ലിലിറ്റർ ആണ് ഇനി അടുത്തത്. 19.5 ആയിരിക്കും ഇതിന്റെ വാല്യൂ. നിങ്ങൾക്ക് കൺകോർഡന്റ് വാല്യൂ കിട്ടിയില്ലെങ്കിൽ ആവറേജ് ആണ് എടുക്കേണ്ടത്. പക്ഷെ കൺകോർഡന്റ് കിട്ടുന്നത് വരെ ചെയ്യുക അല്ലേ. 19.5 കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ വാല്യൂ, എക്സാക്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞു. നമ്മളെ വാല്യൂ HCl യൂസ് ചെയ്തിരിക്കുന്നത് ഇത്രയും 20 ml NaOH ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് 19.5 ml HCl ആണ് കിട്ടിക്കഴിഞ്ഞാൽ. അതായത് ഇത് ബ്യൂററ്റിലെ റീഡിംഗ് ആണ്, ഇത് പിപ്പറ്റിലെ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ഒന്ന് മാറി കൊടുക്കുക നമ്മളവര്. അപ്പൊ ബ്യൂററ്റ് റീഡിംഗ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. എത്ര വോളിയം HCl യൂസ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നോൺ വോളിയം ആണ്, ആ വോളിയമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ബ്യൂററ്റ് റീഡിംഗ് ആണ്. യെസ്, ബാക്കിയിലേക്ക് പോവാം. യെസ്, അപ്പൊ നമ്മൾ റീഡിംഗ് കണ്ടുപിടിച്ചു. ഇനി എന്താണ് എഴുതുന്നത്? മാസ് പെർ ലിറ്റർ ഓഫ് HCl ആണ്. അത് നിങ്ങളെ ഗിവൺ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും. അത്ര കിട്ടുന്നത് 3.6 ആണ്. യെസ്, അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തത് വെച്ചിട്ട് ചെയ്യാണ്. 3.6 gram per liter ആണ് മാസ് പെർ ലിറ്റർ ഓഫ് HCl. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 3.6 gram per liter എന്നുള്ള ഗിവൺ ഡാറ്റ ആയിരിക്കും. ഓക്കെ, അടുത്തത് ഈക്വലന്റ് മാസ് ഓഫ് HCl ആണ്. നമ്മൾ കുറെ ആൾക്കാരുടെ ഈക്വലന്റ് മാസ് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിരുന്നു. അപ്പൊ HCl 36.5 ആണ്. ഇനി 3.6 ബൈ നോർമാലിറ്റി ഓഫ് HCl ആണ് കണ്ടത്. മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഈക്വലന്റ് മാസ് ആണ്. യെസ്, അതായത് മാസ് പെർ ലിറ്റർ എന്ന് പറയുന്നത് 3.6, ഈക്വലന്റ് മാസ് എന്ന് പറയുന്നത് 36.5. അത് തമ്മിൽ ഡിവൈഡ് ചെയ്യാണ്. 0.1 കിട്ടും. യെസ്, 0.1 നോർമൽ എന്നാണ് ഇത് നമുക്ക് നോർമാലിറ്റി കിട്ടുന്നത്. യെസ്, കിട്ടി. ഓക്കെ അല്ലേ? നോർമാലിറ്റി ഓഫ് HCl കിട്ടി. 0.1 നോർമൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് എല്ലാവർക്കും സെയിം ആയിരിക്കും. കാരണം സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. സ്റ്റാൻഡേർഡ് വാല്യൂ ഇത്രയും ഗ്രാം ആണ് നിങ്ങൾ തന്നത്. 3.6 gram എന്ന് അവർ തന്നിട്ടുള്ളൂ. അത് എത്രയാണ് അതിന്റെ നോർമാലിറ്റി എന്നുള്ളത് മക്കൾ കാൽക്കുലേഷൻ വഴി കണ്ടുപിടിക്കണം. അവര് തര 3.6 gram per liter എന്നേ തന്നിട്ടുള്ളൂ. യെസ്, അടുത്തത് വോളിയം ഓഫ് NaOH സൊല്യൂഷൻ മെയ്ഡ് അപ്പ്. നമ്മൾ മേക്കപ്പ് ചെയ്തത് 100 ml ലേക്കാണ് മേക്കപ്പ് ചെയ്തത്. സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്ത് അതിലേക്ക് സ്ക്യൂസർ ഉപയോഗിച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് മേക്കപ്പ് ചെയ്തില്ലേ, അതാണ് 100 ml. യെസ്, അതിൽ നിന്ന് 20 ml ആണ് നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തത്. അതാണ് വോളിയം ഓഫ് NaOH പിപ്പറ്റഡ് ഔട്ട് എന്ന് പറയുന്നത് 20 ml. അപ്പൊ ഇതുവരെ എല്ലാ കുട്ടികൾക്കും സെയിം ആയിരിക്കും. ബ്യൂററ്റിൽ കിട്ടുന്ന റീഡിംഗ് മാത്രമായിരിക്കും ഡിഫറെന്റ് ആവുക. യെസ്, വോളിയം ഓഫ് HCl യൂസർ 19.5. യെസ്, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 19.5 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന 19.6 19.7 19.4 അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ. എല്ലാവർക്കും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പുറമുള്ള ആളുടെ കോപ്പി അടിക്കാതിരിക്കല്ലേ, വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും. ഇതുവരെ എല്ലാവർക്കും സെയിം ആയിരിക്കും. ഓക്കെ, അടുത്തത് നോർമാലിറ്റി ഓഫ് HCl ആണ്. NaOH ആണ്. NaOH നോർമാലിറ്റി കണ്ടുപിടിക്കുകയാണ്. എന്തൊക്കെയാ ചെയ്യേണ്ടത്? നോർമാലിറ്റി ഓഫ് HCl തന്നിട്ട് 0.1 നമ്മൾ നേരെ ഫസ്റ്റ് പേജിൽ കണ്ടുപിടിച്ചില്ലേ. 3.6 gram ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നോർമാലിറ്റി ഓഫ് HCl. ഇപ്പുറത്തെ പേജിൽ നോക്കിക്കോ, നോർമാലിറ്റി ഓഫ് HCl 0.1 നോർമൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ വോളിയം ഓഫ് HCl. യെസ്, വോളിയം ഓഫ് HCl ആണ്. നമ്മൾ ബ്യൂററ്റിലെ റീഡിംഗ് ആണ് അവർ ചോദിക്കുന്നത്. ഇറ്റ് ഇസ് 19.5. ആൻഡ് വോളിയം ഓഫ് NaOH പിപ്പറ്റ് ഔട്ട് ചെയ്ത NaOH എത്രയാ? 20 ml ആണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ 0.0975 കിട്ടും. യെസ്, എത്രയാണ്? 0.0975 നോർമൽ. യെസ്, നമുക്കൊന്ന് അവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. 0.1 ഇൻറ്റു ഓരോന്നും എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കുക. 0.1 നോർമൽ ഇപ്പത്തെ പേജിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, നോർമാലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. 19.5 എന്ന് പറയുന്നത് ഇത് ബ്യൂററ്റിന്റെ റീഡിംഗ് ആണ്. 20 എന്ന് പറയുന്നത് നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്ത NaOH വോളിയം ആണ്. ആൻഡ് നോർമാലിറ്റി കണ്ടുപിടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്?
ചെയ്യേണ്ടത്? മാസ് പെർ ലിറ്റർ ഓഫ് NaOH കണ്ടുപിടിക്കണം. നോർമാലിറ്റിനെ മാസ് പെർ ലിറ്റർ ആക്കി മാറ്റാൻ നിങ്ങൾ ചെയ്യാറ് ഇക്വലന്റ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? മോളിനെ മാസാക്കി മാറ്റാൻ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? മോളിനെ മാസാക്കി മാറ്റാൻ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാ? 0.0975 into 40 ആണ് അതിന്റെ നോർമാലിറ്റി, സോറി ഇക്വലന്റ് മാസ് എന്ന് പറയുന്നത്. about 3.9 വരും. യെസ്, about 3.9 gram per liter ആണ് വരിക. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമ്മള് മാസ് പെർ ലിറ്റർ കണ്ടുപിടിച്ചു, 3.9 gram per liter. ഓക്കെ ആണല്ലോ. അടുത്തത് മാസ് ഓഫ് NaOH കണ്ടുപിടിക്കാണ്. മാസ് ഓഫ് NaOH ഹോൾ ഓഫ് ദി ഗിവൻ സൊല്യൂഷൻ എത്ര NaOH എന്ന് കണ്ടു. നമ്മൾ 20 ml കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹോൾ സൊല്യൂഷൻ 100 ml എത്ര എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ പോകണം. യെസ്, ഒന്ന് പറയൂ. യെസ്, അപ്പൊ മാസ് പെർ ലിറ്റർ എന്ന് പറയുന്നത് 3.9 ആണ്. അപ്പൊ 3.9 ആണ് മാസ് പെർ ലിറ്റർ എന്ന് പറയുന്നത്. into 100 divided by 1000 എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? കാൽക്കുലേറ്റ്. ഓക്കെ, 2 0 പോയി 3.9 by 10 എന്ന് പറയുന്നത് 0.39 ഗ്രാം. യെസ്, കിട്ടിയില്ലേ? വളരെ സിമ്പിൾ അല്ലേ കാര്യങ്ങള്? റെഡി അല്ലേ? ഒന്നൊന്ന് ജസ്റ്റ് റിവൈസ് നോക്കുക. നമ്മള് ഫസ്റ്റ് കാൽക്കുലേഷൻ തൊട്ട് അപ്പൊ അവര് തരിക കാൽക്കുലേഷൻ തരിക 3.6 ഗ്രാം HCl എന്ന് മാത്രമേ തരുള്ളൂ. നമ്മൾ പറഞ്ഞത് HClന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാമെന്നാ പറഞ്ഞത്. അറിയാമെന്ന് പറഞ്ഞിട്ട് അവര് 0.1 ആണെന്നോ 0.01 ആണെന്നോ ഒന്നും പറയില്ല. അവര് എമൗണ്ട് മാത്രം HCl എമൗണ്ട് മാത്രമേ തരുള്ളൂ. 3.9 3.6 ഗ്രാം എന്നേ തരുള്ളൂ. അത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഡേറ്റയാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? ആ ഡേറ്റ വെച്ച് നോർമാലിറ്റി HClന്റെ നോർമാലിറ്റി നമ്മൾ കാണണം. അതിന്റെ ഫുൾ മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഈക്വലന്റ് മാസ് നമ്മൾ ഇവിടെ കുറെ ആൾക്കാർ ഈക്വലന്റ് മാസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് 36.5 ആണ്, അത് ഓർത്ത് വെക്കുക. 36.5 0.1 നോർമൽ. അടുത്തത് നിങ്ങൾ പിപ്പറ്റ് ഔട്ട് ചെയ്തത് 20 ml NaOH ആണ്. ബ്യൂററ്റിൽ എടുത്തിരിക്കുന്ന HCl, ആ HClന്റെ വോളിയം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇറ്റ്സ് 19.5. അപ്പൊ രണ്ടും നമുക്ക് കിട്ടി. ഇനി NaOHന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുകയാണ്. ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ്? N1V1 = N2V2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. So normality of NaOH is equal to normality of HCl into volume of HCl divided by volume of NaOH. അപ്പൊ എന്താ കിട്ടുക? 0.1 into 19.5 divided by 20 ചെയ്ത് കഴിഞ്ഞാൽ 0.0975 നോർമൽ കിട്ടി. ഇത്രയും നോർമൽ ആണ്. നോർമാലിറ്റി ഓഫ് NaOH കിട്ടി. അടുത്തത് മാസ് പെർ ലിറ്റർ ഓഫ് NaOH കണ്ടുപിടിക്കണം. നമുക്ക് മാസ് പെർ ലിറ്റർ ഓഫ് HCl അറിയായിരുന്നു, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് മാസ് പെർ ലിറ്റർ ഓഫ് NaOH ആണ്. മാസ് പെർ ലിറ്റർ കാണണമെങ്കിൽ എന്ത് ചെയ്യാം? ഇക്വലന്റ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ, കിട്ടിയ നോർമാലിറ്റിയെ ഇക്വലന്റ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള കിട്ടിയ നോർമാലിറ്റി. ഈക്വലന്റ് മാസ് നമ്മൾ ഒരു ടേബിൾ ഓൾറെഡി തന്നിരുന്നു. ആ ടേബിളിലുണ്ട് ഇക്വലന്റ് മാസ് ഓഫ് NaOH ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? മാസ് പെർ ലിറ്റർ ഓഫ് NaOH കണ്ടുപിടിച്ചു. ഇനി ആ മുഴുവൻ സൊല്യൂഷനിലുള്ള NaOHന്റെ മാസ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 20 ml ഉള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. ഇനി ഹോൾ സൊല്യൂഷനുള്ള നമ്മൾ കാണണം. എന്ത് ചെയ്യാ? 100 divided by 1000 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0.39 ഗ്രാം എന്ന് കിട്ടും. സോ നന്നായിട്ട് ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നാളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മറന്നു പോകരുത്. ഈ വോളിയോമെട്രിക് അനാലിസിന്റെ ഒരു ലൈവ് നമ്മൾ നാളെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ വൈവ ക്വസ്റ്റ്യൻ, അത് മാത്രമല്ല 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മറക്കാതെ ലൈവിൽ എത്തുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഫിസിക്സിന്റെ വീഡിയോസും മാത്സിന്റെ വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം മക്കളെ. ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു.